എനിക്ക് പണ്ട് മുതലേ സിനിമയിൽ അഭിനയിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിലോട്ട് എങ്ങനെ വരണം എന്നറിയാൻ പാടില്ലായിരുന്നു. ഞാനിങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തല്ലോ സാറിന്. അപ്പോൾ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഫോട്ടോയിൽ കൂടി ഞാനൊരു ക്യാരക്ടറിനെ കാണുന്നുണ്ട്, വന്ന് അഭിനയിച്ചു നോക്കും. ഈ സിനിമയിൽ വന്നതിന് ശേഷം എൻ്റെ പോസ്റ്ററൊക്കെ ഇറങ്ങിയതിന് ശേഷം TS സുരേഷ് ബാബു സാറിൻ്റെ അടുത്ത മൂവിയിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. 2 തമിഴ് പടം വന്നിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ കീഴിൽ ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പുറത്തുനിന്ന് ഒന്നുമില്ലാതെ വരുന്നവർക്ക് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജോലി ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ ദുഃഖം കേൾക്കാൻ തുടങ്ങിയാൽ നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നത്തില്ല. അവർക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ എല്ലാവരും കൂടെ കൂട്ടായ്മയായിട്ട് ആലോചിച്ചിട്ട് അത് ചെയ്തു കൊടുക്കും. പൂജയ്ക്ക് അവരെ വിളിച്ച് കഴിഞ്ഞ സിനിമകളുണ്ട്, പക്ഷേ അടുത്ത് പിന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല. റാണിയക്ക എന്ന് പറഞ്ഞ നല്ലൊരു ക്യാരക്ടറാണ് സാർ എനിക്ക് തന്നത്. വേഷം ഇയാൾക്ക് നല്ലോണം ചേരുന്നുണ്ട്. അടുത്ത ദിവസം വിളിച്ചിട്ട് പറയാം, അത് മാറ്റി ഞാൻ വേറൊരു വേഷമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോന്നിങ്ങനെ പറഞ്ഞ് ആഗ്രഹത്തിൽ ഇങ്ങനെ ആഗ്രഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതൊന്നും നടക്കുന്നതല്ല, ഇത് വെറും പറ്റിപ്പാണെന്ന് മനസ്സിലായി. പിന്നെ 2-3 സിനിമയ്ക്ക് പോയി. അത് ഓഡിഷൻ നടന്നു, തിരിച്ചു വന്നു, ഇയാൾ സെലക്ട് ആയെന്ന് വിളിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ പൂജയ്ക്ക് വരണമെന്ന് പറഞ്ഞു, പൂജയ്ക്കും ചെന്നു. പിന്നെ ആ സിനിമ ഇറങ്ങിയിട്ടില്ല, അതാണ് സത്യം. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കുട്ടികളെ വളർത്തി വരാനായിട്ട്. ആദ്യം എനിക്ക് പറയാൻ ഒരു പേടിയായിരുന്നു, ഇവർ സപ്പോർട്ട് ചെയ്യുമോ എന്ന്. പക്ഷേ എൻ്റെ മക്കളും മരുമക്കളും അമ്മയുടെ ഇഷ്ടം, അമ്മ ഒരുപാട് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തല്ലോ, ഇനിയെങ്കിലും അമ്മയുടെ ഇഷ്ടത്തിന് കുറച്ച് ജീവിക്കാൻ വേണ്ടി അവർ നല്ലവണ്ണം ചെയ്തു. അമ്മയുടെ ആഗ്രഹത്തിന് ഡാൻസൊക്കെ സജീവമായിട്ട് ഡാൻസിന് പോവുകയും അമ്പലങ്ങളിലൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. സിനിമ വന്നപ്പോഴേ മക്കളടുത്തും മരുമക്കളടുത്തും ഒക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവർ ഓക്കെ, പക്ഷേ 2 ബ്രദർമാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞൊന്ന് ഓക്കെ ആയപ്പോഴേ ഞാൻ ചെറുതായിട്ട് പറയാൻ തുടങ്ങി. ഫൈറ്റ് ഉണ്ടെന്ന് സാർ പറഞ്ഞപ്പോൾ എനിക്കതിൽ മൊത്തം സാരിയാണ് വേഷം. അപ്പോൾ ഞാൻ ഫൈറ്റിൽ എങ്ങനെയാണ് സാരി കൊടുത്തിട്ടെന്ന് വിചാരിച്ചു. ഞാൻ ഫൈറ്റ് ചെയ്തു, നല്ല രീതിയിൽ ചെയ്തു എന്ന് കണ്ടുനിന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഹായ്, നമസ്കാരം. വെൽക്കം ടു JC സ്റ്റുഡിയോ. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസവും കൂടിയാണ്. അതെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ഒരു ചെറിയ സ്റ്റുഡിയോയിലേക്ക്, നമ്മുടെ ചെറിയ പ്രോഗ്രാമിലേക്ക് ഒത്തിരി വലുതായി പോയിക്കൊണ്ടിരിക്കുന്ന, ഓരോ സ്റ്റെപ്പുകൾ കയറി പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആർട്ടിസ്റ്റാണ്. അവരിലേക്ക് നേരിട്ട് തന്നെ സ്റ്റോറി ബിഹൈൻഡ് യു എന്നീ പ്രോഗ്രാമിലൂടെ അവർ കടന്നു വന്ന വഴികളെ കുറിച്ച് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. രാവിലെ തിരുവനന്തപുരത്ത് പുറപ്പെട്ടു. അതിന് മുന്നേ ചോദിക്കാനുള്ള കാര്യം, ശരിക്കും എന്താണ് പേര്? എൻ്റെ ഒറിജിനൽ നെയിം ലീന എന്നാണ്. ലീന എന്നാണ് ശരിക്കുള്ള പേര്. പക്ഷേ ഇപ്പോൾ അറിയപ്പെടുന്നത് ഈ സിനിമയിൽ വന്നതോടെ എല്ലാവരും റാണിയക്ക എന്നാണ് വിളിക്കുന്നത്. റാണിയക്ക, ശരിയാണ്. ഒരു അക്കയുടെ രൂപമൊക്കെ ഉണ്ട് കേട്ടോ മലയാള സിനിമയിൽ. പണ്ട് എനിക്ക് തോന്നുന്നു ഇൻസ്പെക്ടർ ബൽറാം എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഒരു അക്ക എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടായിരുന്നു തോന്നുന്നു. എനിവേ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് സ്റ്റോറി ബിഹൈൻഡ് യു എന്നാണ്. നമ്മുടെ പുറകുവശത്തുള്ള കുറേ കാര്യങ്ങളാണ്, വന്ന വഴി, അതാണ് നമുക്കറിയേണ്ടത്. എങ്ങനെയായിരുന്നു സിനിമാ മേഖലയിലേക്കുള്ള ഒരു കടന്നു കയറ്റം, വരവ് എങ്ങനെയായിരുന്നു? എനിക്ക് പണ്ട് മുതലേ സിനിമയിൽ അഭിനയിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതിലോട്ട് എങ്ങനെ വരണം എന്നറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു കൂട്ടുകാരി വഴി എനിക്കൊരു നമ്പർ കിട്ടിയത്. ഈ സിനിമയിലെ മേക്കപ്പ് മാൻ്റെ നമ്പറാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പരിചയത്തിൽ ഒരു സാർ ഇപ്പോൾ ഒരു സിനിമ എടുക്കുന്നുണ്ട്, ഞാൻ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചോദിച്ചിട്ട് പറഞ്ഞു, സാറ് നമ്മുടെ ഈ സിനിമയുടെ ഡയറക്ടർ സൈൻ ചാവക്കാടൻ സാറിനെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ മൂവിയാണോ ഇത്? അതെ, ഫസ്റ്റ് മൂവിയാണ്. ഫസ്റ്റ് മൂവി നിങ്ങൾ ചെയ്തു. എന്തായിരുന്നു ആ മൂവിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, ഞാനിങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തല്ലോ സാറിന്. അപ്പോൾ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഫോട്ടോയിൽ കൂടി ഞാനൊരു ക്യാരക്ടറിനെ കാണുന്നുണ്ട്, വന്ന് അഭിനയിച്ചു നോക്കുക, അപ്പോൾ ശരിയാവും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിതിൽ വന്നു അഭിനയിച്ചപ്പോൾ സാർ കുറേ ഹെൽപ്പ് ചെയ്തല്ലോ. അപ്പോൾ ഹെൽപ്പ് ചെയ്തപ്പോൾ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിൽ റാണിയക്ക എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തത്. പക്ഷേ ഇതിൽ ഫസ്റ്റ് ടൈമാണ് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ആൽബം കിട്ടി. അങ്ങനെ ആൽബത്തിൽ അഭിനയിച്ചു, അത് റിലീസായി. ശരി. അപ്പോൾ റാണിയക്ക എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ആ മൂവിയിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ അക്ക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ അറിയപ്പെടുന്നത് റാണിയക്ക എന്നുള്ള പേരിലാണ്. റാണിയക്ക അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഒരു JC സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളുടെ ഡയറക്ടർ സൈനു ചാവക്കാടൻ ഫേസിലൂടെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്.
സത്യം പറഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക് മാറിയെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ രഘുറാം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രൊമോഷൻ പോലെയാണ് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുന്നത്. രഘുറാമിൽ ഒട്ടുമിക്ക ആളുകളെ ഇപ്പോൾ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തു എന്ന് തന്നെ പറയാം. ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. പുള്ളി നമുക്ക് അത്രയും സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് അല്ലേ? നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ നിന്ന് അങ്ങനെ ഫീൽ ചെയ്ത പുള്ളിയുടെ ക്യാരക്ടർ? പിന്നെ പുള്ളി ചീത്തൊന്നും പറയൂല കേട്ടോ. അപ്പോൾ കുറ്റമുണ്ടെങ്കിൽ പറഞ്ഞോ, ഇതിൽ കുറ്റമുണ്ടെങ്കിൽ പറയണം. ഇല്ല, സാറിന് കുറ്റം പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അത്രയും നല്ല കൂടെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് കൂടെ നിന്ന്. എൻ്റെ കൂടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരോടെയും ലൊക്കേഷനിലായാലും എപ്പോഴും നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. എപ്പോഴും നമുക്ക് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാം, ആ രീതിയിലായിരുന്നു. ആ ലൊക്കേഷനൊന്നും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടല്ലോ, എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ശരിയാണോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മുടെ ലൊക്കേഷനിൽ അങ്ങനെ ഒരിക്കലും ഒരു കംപ്ലൈൻറ്റ് സാധ്യതയില്ല. ഭക്ഷണം കിട്ടിയില്ല എന്നാ? ഒരിക്കലും ഇല്ല. സാറ് നമ്മുടെ ലൊക്കേഷനിൽ എല്ലാവരും കഴിച്ചു എന്ന് വരുത്തിയിട്ട് സാറ്. അല്ല, ഞാൻ 1-2 വന്നിട്ട് എനിക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ ലൊക്കേഷനിൽ അങ്ങനെ വല്ല അനുഭവം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. ഇല്ല, സാറ് നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും സീനിയർ ആയാലും ജൂനിയർ ആയാലും എല്ലാവരും ഒന്നുപോലെയാണ് കാണുന്നത്. എല്ലാവരും കഴിച്ചു എന്ന് ഉറപ്പ്. ഇയാളെ ഒരാൾ കുറ്റം പറയുന്നില്ല, അതാണ് ഏറ്റവും രസം. ഈ പലരോടും ഞാൻ ചോദിച്ചു, ഇയാളെ വലിയ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്, പക്ഷെ അങ്ങനെ ഒരാൾ കുറ്റം പറയുന്നില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല, എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല, അതാണ് കാര്യം സാർ. ശരി. അപ്പോൾ റാണിയക്ക, നമ്മൾ സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ പണ്ട് തുടങ്ങിയ സ്വപ്നം കണ്ടിരുന്ന ഒരു മേഖലയാണോ? അതെ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സിനിമയിലൊരു അവസരം കിട്ടുന്നത്. അതിന് മുന്നേ ഒന്നും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ശ്രമിച്ചിട്ടില്ലേ? ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആഗ്രഹങ്ങളുള്ളിലുണ്ടായിരുന്നു, പക്ഷെ അത് പുറത്ത് പറയാനൊരു ബുദ്ധിമുട്ട് അങ്ങനെയും ഉണ്ടായിരുന്നു. ആരോടെങ്കിലും ഇത് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും. പിന്നെ ഞാൻ ഡാൻസ് ചെയ്യും. അപ്പോൾ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓരോരുത്തർ വന്ന് എനിക്ക് ആ സീരിയലിൽ കിട്ടി, ഈ സീരിയൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ പോകുന്നുണ്ട്. പക്ഷെ അവരെങ്ങനെയാണ് കയറിയതെന്നോ കൂടെയുള്ളവരെ അങ്ങനെ ഒരു മൈൻഡില്ലായിരുന്നു. അതുകൊണ്ട് ആരോടെയും പറയത്തില്ല, മനസ്സിലിങ്ങനെ ആഗ്രഹം സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരെണ്ണം കിട്ടിയത്. ഇപ്പൊ ഈ ഒരു രഘുറാം എന്ന് പറഞ്ഞ മൂവി കഴിഞ്ഞിട്ട് പുതിയ വല്ല പ്രൊജക്ട്, ആൽബം വിടൂ, മൂവി വേറെ വല്ലതും നിങ്ങളെ തേടി എത്തുന്നുണ്ടോ? എത്തി. ആണോ? വെരി ഗുഡ്. സാറിന്റെ ഈ പോസ്റ്റർ, ഇയാള് നല്ല ഐശ്വര്യമുള്ള മനുഷ്യനാണെന്നുള്ളേ സേമിച്ച ആൾക്കാരെ. പുള്ളിയുടെ സിനിമയിൽ അഭിനയിച്ച, ഇപ്പൊ രഘുറാമിൽ അഭിനയിച്ച് ഓൾമോസ്റ്റ് എല്ലാവർക്കും പുതിയ സിനിമകൾ കമ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അതിഷയാണെങ്കിലും പിന്നെ നമ്മുടെ ആദിഷ് ബാലയാണെങ്കിലും അതേപോലെ തന്നെ ഒട്ടുമിക്ക ആളുകളും പുതിയ, ഇപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ കുങ്കീനെ ചെയ്തു, അവരും പുതിയ മൂവി എന്തോ കമ്മിറ്റ് ചെയ്തു എന്നുള്ള ഒരു ഇത് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ നല്ല ഐശ്വര്യമുള്ളൊരു ടീമിൻ്റെ കൂടെ തന്നെയാണ് റാണിയൊക്കെ ജോയിൻ ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റും. സാറിൻ്റെ സിനിമയിൽ വന്നതിന് ശേഷം, എൻ്റെ പോസ്റ്ററൊക്കെ ഇറങ്ങിയതിന് ശേഷം TS സുരേഷ് ബാബു സാറിൻ്റെ അടുത്ത മൂവിയിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെ 2 തമിഴ് പടം വന്നിട്ടുണ്ട്. ഡിസംബറിൽ ജനുവരിയിലായിട്ട് തുടങ്ങുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പുകൾ കയറി തന്നെ മുന്നോട്ട് പോകാനുള്ള പ്ലാൻ, അത് മാത്രം സിനിമ മാത്രം ഫോക്കസ് ചെയ്താണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതല്ലേ? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? ഞാൻ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കീഴിൽ ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് ശരിയാ. എത്ര വർഷം? 16 വർഷമായി. 16 വർഷമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്? ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. എന്തായിരുന്നു ഈ 16 വർഷത്തെ ഹോസ്പിറ്റൽ? നമുക്ക് സിനിമ മാത്രം ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളുടെ 16 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, ഹോസ്പിറ്റലിലെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്തായിരുന്നു ആ എക്സ്പീരിയൻസ്? എനിക്ക് തിക്ത അനുഭവങ്ങൾ വല്ലതും ഉണ്ടോ ഹോസ്പിറ്റലിൽ നിന്ന്? ഇല്ല, അങ്ങനെ എനിക്ക് തിക്താനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ക്ലറിക്കൽ സ്റ്റാഫല്ലേ, പക്ഷേ നമുക്ക് HDS കീഴിലാണ്, എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ വേറൊരു ജില്ലയിലോട്ട് ട്രാൻസ്ഫർ ഇല്ല. ആ മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് മാറ്റി വിടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏറെക്കുറെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റിൽ ഇപ്പോൾ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇരിക്കുന്നത്. ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ ഓഫീസ് വർക്കൊക്കെ ചെയ്യുവാണ്. ശരി. ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരൻ്റെ ഹോസ്പിറ്റലാണ്. അതെ. ഈ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളൊരു ക്ലർക്ക് ആയതുകൊണ്ട് നിങ്ങളടുത്ത് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വരുന്നുണ്ടാവും. അങ്ങനെ വല്ല എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡൻസോ നമുക്ക് വല്ലാണ്ട് ഫീലായിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പുറത്തുനിന്ന് ഒന്നുമില്ലാതെ വരുന്നവർക്ക് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ അത് മാത്രമല്ല ചോദിക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും പ്രശ്നം പറ്റി അവരത്രയും വറീഡാണ് അവർ,
അപ്പോൾ അവർ അങ്ങനെ ഒരു വിഷമിച്ചിരിക്കുന്നൊരു സമയം ഒരു ആശ്വാസമേകാനായിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു, ഇതിലൊന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ജോലി ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ ദുഃഖം കേൾക്കാൻ തുടങ്ങിയാൽ നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നത്തില്ല. അതുകൊണ്ട് നമ്മളടുത്ത് വരുന്നവരെ കഴിയുന്നതും അവരുടെ അസുഖത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ ചോദിക്കാൻ പോകത്തില്ല. പോയി കഴിഞ്ഞാൽ അവർക്കൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ അവരുടെ ഹിസ്റ്ററി മൊത്തം പറയാൻ തുടങ്ങും. അപ്പോൾ പിന്നെ നമുക്കത് വർക്ക് ചെയ്യാൻ തോന്നത്തില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ വിഷമം തോന്നും. പിന്നെ അവർക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ എല്ലാവരും കൂടെ കൂട്ടായ്മയായിട്ട് ആലോചിച്ചിട്ട് അത് ചെയ്തു കൊടുക്കും. എന്നുവെച്ചാൽ നമ്മുടെ ആ മേഖലയിൽ ഇരുന്നും കൊണ്ട് ഇപ്പോൾ BPL അല്ലാത്ത ഒരു പേഷ്യൻ്റ് വന്നിട്ട് ചിലപ്പോൾ അവരുടെ കാർഡ് BPL കാരായിരിക്കും, പക്ഷേ അവരുടെ കാർഡ് കൂടിയതായിരിക്കും. പക്ഷെ അവർക്ക് അങ്ങനെ എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഫീൽഡിൽ വരുന്നതുകൊണ്ട് അവിടെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ HDS ഇപ്പോൾ സ്റ്റിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഓ, അത് ശരി. അപ്പോൾ ഇന്നലെയും വർക്ക് ചെയ്തിട്ടാണ് ഇന്നിവിടെ വന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ലീവ് കാര്യങ്ങൾ? ലീവില്ല, സാലറി കട്ടിങ് ആയിരിക്കും. അപ്പോൾ അതിന് ഹോസ്പിറ്റലിൽ നമ്മൾ പെർമനന്റ് സ്റ്റാഫ് അല്ലേ നിങ്ങൾ? അതാണ് ഞാൻ പറഞ്ഞത്, സൊസൈറ്റിയുടെ കീഴിലാണ്, പെർമനന്റ് അല്ല. അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത് സാർ. അപ്പം നമ്മുടെ HDS സൂപ്രണ്ടും അവിടുത്തെ ഓഫീസിലെ സ്റ്റാഫുകളെല്ലാം എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടാണ് ഇങ്ങനെ വരുന്നതിൽ. പിന്നെ ഇപ്പോൾ ഇരിക്കുന്ന ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ്, അവിടുത്തെ ഡോക്ടേഴ്സിനെല്ലാം ഇഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോകുന്നതുകൊണ്ട് വരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഫാമിലി സപ്പോർട്ടും ഓൾമോസ്റ്റ് ഫാമിലി സപ്പോർട്ട് ഉണ്ട്. ഓക്കെ. എന്നാലും സിനിമ എന്ന് പറയുന്ന മേഖലയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഓൾറെഡി ഡാൻസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സ്റ്റേജുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഒത്തിരി സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉത്സവ സമയമാകുമ്പോഴേ ഒരുപാട് അമ്പലങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിനിമ അല്ലെങ്കിൽ നിങ്ങളുടെ ഡാൻസ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ അണ്ടറിൽ തന്നെ ചെയ്യണമെന്ന് പറയാം അല്ലേ? സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ടീം വർക്കാണ്. ഇപ്പോൾ നിങ്ങളൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നത്. ഇതിന് മുമ്പ് വേറെ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടുമില്ല. വേറെ ഏതെങ്കിലും സിനിമയുടെ എന്തെങ്കിലും ഒരു ഓഡിഷനോ അങ്ങനെ വല്ലതും പോയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാഡ് എഫക്ട്സ് എവിടെന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാനങ്ങനെ ഒന്ന് കേട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയല്ല സാർ. അത് ഡാൻസിൻ്റെ അവിടെ നിന്നാണോ അല്ലെങ്കിൽ സിനിമയിൽ നിന്നാണോ? അല്ല, ഡാൻസിൻ്റെ അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും ഡാൻസ് ചെയ്യുന്നുണ്ട്, പഠിക്കാൻ പോകുന്നുണ്ട്, പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഓഡിഷൻ 3-4 സിനിമയുടെ ഓഡിഷന് പോയിട്ടുണ്ട്. പക്ഷേ അവരാരും പിന്നെ തിരിച്ച് വിളിച്ചിട്ടില്ല അങ്ങനെ. പക്ഷെ ആ സിനിമ പിന്നീട് തുടങ്ങിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുമില്ല. ഓഡിഷന് പോവും, അവർ ഒരു ക്യാരക്ടർ പറയും, അത് അഭിനയിക്കും, പിന്നെ ശരിയായെന്ന് പറയും. പൂജയ്ക്ക് അവരെ വിളിച്ച് കഴിഞ്ഞ സിനിമകളുണ്ട്. പക്ഷെ അടുത്ത് പിന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല. പക്ഷെ അത് ഇതുവരെ തുടങ്ങിയതായിട്ട് അറിഞ്ഞിട്ടുമില്ല. അല്ലാതെ വേറൊന്നുമില്ല. എന്താണ് അടുത്ത നിങ്ങളുടെ നമ്മൾ എല്ലാവർക്കും ഒരു ഉദ്ദേശം ഉണ്ടാവും, ഇന്ന ഒരു ലെവലിലേക്ക് എനിക്ക് സിനിമ ഇൻഡസ്ട്രിയിലാണ് ഇപ്പോൾ ഇന്നൊരു ലെവലിലേക്ക് എനിക്ക് എത്തണം എന്നുള്ളൊരു നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ഇനി അടുത്ത സിനിമയിൽ വരുമ്പോൾ ഇതൊന്നും കൂടുതൽ നല്ല രീതിയിൽ പ്രതിഫലം കിട്ടുമെന്നാണോ? ചെയ്യണം, അഭിനയിക്കണം. പ്രതിഫലത്തിൻ്റെ കാര്യമല്ല സാർ, കൂടുതൽ നന്നായിട്ട് ചെയ്യണം. ഈ സിനിമ നല്ലവണ്ണം ചെയ്തു, അതിൽ നിന്നും കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യണം. പല വേഷങ്ങൾ ചെയ്യണം എന്ന്. ഇതിപ്പം റാണിയക്ക എന്ന് പറഞ്ഞ നല്ലൊരു ക്യാരക്ടറാണ് സാർ എനിക്ക് തന്നത്. അപ്പോൾ അതുപോലെ അടുത്ത സിനിമയിൽ വേറൊരു ക്യാരക്ടർ ചെയ്യണം, അങ്ങനെയുണ്ട്. ഇന്നിപ്പോൾ റാണിയൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഒരു സംഭവം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് പകരം വരേണ്ടത് മലയാള സിനിമയിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള നടന്മാരെ അമ്മയായിട്ട് അഭിനയിച്ചതും, അതേപോലെ ഞങ്ങളുടെ തന്നെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തൊരു മൂവി ഉണ്ട്, ജൂനിയേഴ്സ് ജേണി എന്ന് പറഞ്ഞിട്ട്, ഞാൻ എൻ്റെ പേരെടുത്ത് തന്നെ പറയാം. അതിൽ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അവർ കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് ഇതേപോലെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. പ്രൊജക്റ്റ് എന്തായി എൻ്റെ അടുത്ത് എല്ലാ പ്രൂഫും കിടപ്പുണ്ട്. ഒരു ദിവസം ഞാൻ പറഞ്ഞു നമ്പർ എടുക്കാൻ പറഞ്ഞു. കാരണം ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അപ്പോൾ ഇവർ ആർട്ടിസ്റ്റ് ആണോ എന്തോ എനിക്കൊന്നും അറിയില്ല. അന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് എന്തായി സാർ പ്രൊജക്റ്റ് എന്തായി എന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാൻ അവർ തിരിച്ചു വിളിച്ചപ്പോൾ അവർ ഇന്ന സിനിമയിലൊക്കെ അഭിനയിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ വിളിച്ചു, കുഴപ്പമില്ലല്ലോ, നമ്മുടെ പോഡ്കാസ്റ്റിന് വിളിക്കാൻ പറ്റിയൊരു ആളാണ്. അങ്ങനെ വിളിച്ച് സംസാരിച്ചു. പുള്ളിക്കാരി ഓക്കെ പറഞ്ഞു, 13-ാം തീയതി വരാമെന്ന് പറഞ്ഞു. പക്ഷെ അവരൊരു ഇൻസൾട്ടിങ് ഫീൽ പോലെ എന്നെ മെസ്സേജ് അയച്ചു, നിങ്ങൾക്ക് മലയാള സിനിമയിൽ ഒരാളെ അറിയാൻ പാടില്ല, നിങ്ങളാർക്കും അറിയില്ല, അതിലെന്തൊക്കെ സംഭവിച്ചാന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് സ്പോട്ടിൽ അവരെ കട്ട് ചെയ്തു. പകരത്തിനാണ്
റാണിക്ക വന്നേക്കുന്നത്. അപ്പോൾ റാണിക്കയുടെ മനസ്സിൽ റാണിക്ക മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോഴും പലതും ഹൈഡ് ചെയ്ത് നിൽക്കണേ, പറയാൻ മടിക്കുന്നുണ്ട്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട അടുത്ത് പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങളുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് പറഞ്ഞോളൂ, എന്തായിരുന്നു, എന്തൊക്കെയോ ഉണ്ട് റാണിക്കൊക്കെ പ്രശ്നങ്ങൾ എനിക്കറിയാം. ഇല്ല സാർ, അങ്ങനെ വെറുതെ പ്രശ്നം പേടിക്കണ്ട പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ആരോടും പറയുമൊന്നുമില്ല, നമ്മളിതുവരെ ചാനലിൽ പോസ്റ്റ് ചെയ്യുള്ളൂ, ആരും കേൾക്കേ കാണുകയൊന്നുമില്ല. ഇല്ല, അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്, ഞാനത് നല്ല രീതിയിൽ അഭിനയിച്ചു. അതിലുള്ള ആൾക്കാരെല്ലാം നല്ലതായിരുന്നു. നമ്മുടെ പ്രൊഡ്യൂസർ ഞാനില്ലാത്തത് കൊണ്ടാണ് അതിലുള്ള എല്ലാവരും നന്നായത്. ഞാനൊരാളില്ലല്ലോടാ, അതുകൊണ്ടായിരിക്കാം. പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ സാർ എന്ത് ചോദിച്ചാലും അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല പറയാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. ഈ രഘുറാമിനെ കുറിച്ച് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ വേറെ ഒരു മൂവിയിൽ അഭിനയിച്ചിട്ടില്ല, ഫസ്റ്റ് മൂവിയല്ലേ. അതുകൊണ്ട് എനിക്ക് ഈ മൂവിയെ കുറിച്ചേ പറയാനുള്ളൂ. എത്രാമത്തെ വയസ്സിലാണ് സിനിമ മേഖലയിലേക്ക് വരണമെന്ന് തോന്നിയത്? അതായത് എത്ര വർഷം മുന്നെയാണ്? വയസ്സ് പറയല്ല, വയസ്സ് പറയണ്ട, ഞാൻ ചോദിക്കല്ല. ലേഡീസിനോട് വയസ്സ് ചോദിക്കാൻ പാടില്ലെന്നാണ്. എൻ്റെ ചെറിയ പ്രായത്തിലേ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ സൈഡിലൊക്കെ ഒരു ഷൂട്ട് നടന്നിട്ടുണ്ട്, ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോഴേ ഞാൻ പോയി നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോഴേ എൻ്റെ മനസ്സിൽ പതിഞ്ഞ കാര്യമായിരുന്നു എനിക്ക്. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഈ ഒരു സെയിം സംഭവം. ചെറുപ്പത്തിലെ ഷൂട്ട് നടക്കുമ്പോൾ അന്ന് ആ ഷൂട്ട് കണ്ടതുകൊണ്ടിട്ടാണ് സിനിമ എന്ന് പറയുന്നൊരു മേഖലയിലേക്ക് ഞാൻ കടന്നു വന്ന് ഇന്ന് 7ഓളം സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പറ്റി എന്നിതാരോ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ നിങ്ങളുടെ ഡയറക്ടർ മിസ്റ്റർ സൈനു ചാവക്കാട് അത് കോപ്പി അടിച്ചല്ലേ? നിങ്ങളും അതേപോലെ തന്നെ അങ്ങോട്ട് പറഞ്ഞ സംഭവം തന്നെ ഇപ്പോൾ ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയാണോ? ഇല്ല സാർ, ഒരിക്കലും ഇല്ല, ഞാനത് കേട്ടിട്ടില്ല. കടൽ എന്ന് പറഞ്ഞ സിനിമ തന്നെ ആയിരുന്നോ? ഇല്ല, ആ സിനിമ എന്തെന്നോ അതൊന്നും അതിൽ അഭിനയിച്ചതാരെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ചെറിയൊരു ഓർമ്മയേ ഉള്ളൂ. അപ്പോഴത്തൊട്ട് എൻ്റെ മനസ്സിൽ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾ സയൻസ് കോളേജിലാണ് പഠിച്ചത്. അവിടെ നയം വ്യക്തമാക്കുന്ന സിനിമയാണോ എന്നറിയില്ല, സുരേഷ് ഗോപി വന്നിട്ടുണ്ടായിരുന്നു. നയം വ്യക്തമാക്കുന്ന സിനിമയിൽ സുരേഷ് ഗോപി ഇല്ലേ? സുരേഷ് ഗോപി ഉണ്ട്. ചെറിയ റോൾ, ഒരു പെണ്ണ് കാണാൻ പറ്റുന്ന. അല്ല, നമ്മുടെ ഓൾ സയൻസിൽ കോളേജിൽ വെച്ചൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഞാനന്ന് പ്രീ ഡിഗ്രിക്ക് ഓൾ സയൻസ് കോളേജിലായിരുന്നു. അപ്പോഴ് സുരേഷ് ഗോപി വരുന്നെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും അവിടെ സ്റ്റേജിൽ പോയി ഇങ്ങനെ വന്നപ്പോൾ ഈ എല്ലാവരും കൂടെ പോകുന്നത് ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. പക്ഷെ ആരുടെയും പറയാനൊന്നും ഉള്ള ഒരു ഇല്ല, പറയാനുള്ള ഒരു ഇതൊന്നും അവസരങ്ങൾ കിട്ടിയിട്ടില്ല. പിന്നെ എപ്പോഴായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ എന്ന് വെച്ചാൽ ഇപ്പോഴ് എൻ്റെ മക്കളൊക്കെ സെറ്റിലായി. അപ്പോഴും ഞാൻ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി, എനിക്കൊന്ന് സിനിമയിലൊക്കെ അഭിനയിക്കണം. കുട്ടികളൊക്കെ എത്ര ആയി? എനിക്ക് 2 മക്കളാണ് ഉള്ളത്, മോനും മോളും. മോൻ രഞ്ജി പ്ലെയറാണ്, SBയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ അണ്ടർ-16 കേരള ടീമിൻ്റെ ഹെഡ് കോച്ചാണ് മോൻ. കല്യാണം കഴിഞ്ഞ് ഒരു മോളുണ്ട്. മോള് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു, KVയിൽ, കേന്ദ്രീയ വിദ്യാലയം, തിരുവനന്തപുരത്ത് തന്നെ. മോള് സ്പൈസ് ജെറ്റിൽ, ട്രിവാൻഡ്രം സ്പൈസ് ജെറ്റിലാണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ സൗദിയിൽ സെറ്റിൽഡാണ്. മരുമകൻ അവിടെ ഖത്തർ എയർവേസിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ മക്കൾ 2 ആയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഫ്രീ ആയി. അതുവരെ ഈ മക്കൾ ചെറുതായിരുന്നപ്പോഴേ ഡാൻസ് എല്ലാം നിർത്തിവെച്ചു. അവരെ വളർത്തുന്നതും എൻ്റെ ജോലിയും അതിൻ്റെ ഇതിലൊക്കെ ആയിരുന്നു ഓട്ടം. ഇപ്പോൾ ഒന്ന് ഫ്രീ ആയപ്പോൾ വീണ്ടും ഞാൻ ഡാൻസിലോട്ടും അഭിനയിക്കാനുള്ള ഇതിലോട്ട് ഇറങ്ങി. അവരെല്ലാം നല്ല സപ്പോർട്ടാണ്. മോനും മരുമക്കളും മോളും എല്ലാം നല്ല സപ്പോർട്ടാണ്. നല്ല കാര്യമില്ല അത്. കാരണം ഫാമിലി സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. 16 വർഷം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളിപ്പോഴും പെർമനൻറ്റ് സ്റ്റാഫ് ആയിട്ടില്ല അല്ലേ? 16 വർഷത്തൊരു ഹോസ്പിറ്റൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏകദേശം ഒരു ഇതിപ്പോഴും നിങ്ങൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പകുതിയോളം തന്നെ അങ്ങനെ തന്നെ പറയാൻ വേണമെങ്കിൽ അല്ലേ? നിങ്ങൾക്കൊരു പെർമനൻറ്റ് സ്റ്റാഫാണെന്ന് തോന്നിയിട്ടില്ലേ? അങ്ങനെ പെർമനൻ്റ് ആവത്തില്ല. നമ്മുടെ ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ബയല അനുസരിച്ച് ഈ HDS സ്റ്റാഫുകളെയൊന്നും പെർമനൻ്റ് ആക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റില്ല? എനിക്കറിയില്ല കേട്ടോ, ഞാൻ അതുകൊണ്ട് ചോദിക്കണേ. എനിക്ക് കാര്യമായിട്ട് അറിഞ്ഞൂടെങ്കിലും പറയുന്നത്, നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ എല്ലാം നമ്മൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഈ HDS എന്ന് പറയുന്നത്. അവർക്ക് ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട് അവരെ പെർമനൻ്റ് ആക്കുക എന്നുള്ളതല്ല. എന്നിട്ട് പോലും നമ്മൾക്കിപ്പം ആദ്യത്തെ അപേക്ഷിച്ച് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. വർഷത്തിൽ 28 ലീവ്, പിന്നെ ബെനവലൻ്റ് ഫണ്ട്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇപ്പം
ഗവൺമെൻറ് ചെയ്തു തന്നിട്ടുണ്ട്. 65 വയസ്സ് വരെ ജോലി ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ട്. സ്കെയിലൊക്കെ വല്ല വ്യത്യാസം വരുന്നുണ്ട് സാലറിയിൽ? പെർമനന്റ് സ്റ്റാഫുകളെ പോലെ വരത്തില്ല. അവർക്ക് ഒരു 3-4 പ്രാവശ്യം കൂടുമ്പോൾ നമുക്കൊരു പ്രാവശ്യം കൂടും. എന്നാലും നിങ്ങൾ അന്ന് ജോയിൻ ചെയ്തതിനേക്കാൾ ഒരു വ്യത്യാസം ഇന്ന് ഉണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞു കുറച്ച് സിനിമയുടെ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പലരും വിളിച്ച അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടായിരുന്നു വേറൊരു ഇത് റാണി വരുന്നതിന് മുന്നേ ഇങ്ങനെ റാണിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരോ ഫോണിൽ അവസരം തരാമെന്നും പറഞ്ഞ് എന്തൊക്കെയോ സംസാരിച്ചു എന്നോ പറ്റിച്ചു എന്നോ എന്തോ പറഞ്ഞു. ശരിയാണോ? അങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയല്ല, ഇങ്ങനെ സിനിമ തരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഫോണിൽ കൂടിയൊക്കെ വിളിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് നടന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഫോണിലൂടെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നതാണ്, എങ്ങനെയായിരുന്നു സംസാരം? ഇപ്പം എന്ത് കളർ ഡ്രസ്സാ, ചുരിദാറാണോ അല്ലെങ്കിൽ നൈറ്റി ആണോ സാരി ആണോ എടുത്തേക്കണം, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല ചോദിച്ചത്. അങ്ങനെയൊക്കെ തിക്താനുഭവമുള്ള ആൾക്കാരെ എനിക്ക് അറിയാട്ടോ, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്നോട് അങ്ങനെയല്ല ചോദിച്ചത്. സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്കിത് ഭയങ്കര ആഗ്രഹമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ കൂടെ വിളിക്കുമായിരുന്നു. വിളിച്ചിട്ട് സിനിമയിൽ ആവേശം ഇയാൾക്ക് ചേരും, അത് നല്ല. പിന്നെ അടുത്ത ദിവസം പറയും അതല്ല. ആവേശം എന്ന് പറഞ്ഞ സിനിമക്ക് വേണ്ടിയിട്ടാണോ? ആവേശം എന്നല്ല, ആവേശം. ഞാൻ വെച്ച ആവേശം എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ആയിരിക്കും. അല്ല, പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ ഊഹിച്ചെടുത്തേ ഉള്ളൂ. പറഞ്ഞോ. അങ്ങനെയല്ല, അങ്ങനെ എൻ്റെ അടുത്ത് എനിക്കിങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണെന്ന് മനസ്സിലായപ്പോൾ ഇങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ട് നല്ല വേഷം തരാം, എന്നിട്ട് ഇന്ന് പറയും ഈ വേഷം ഇയാൾക്ക് നല്ലവണ്ണം ചേരുമെന്ന് പറയും. അടുത്ത ദിവസം വിളിച്ചിട്ട് പറയും അത് മാറ്റി ഞാൻ വേറൊരു വേഷമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ ആഗ്രഹത്തിൽ ഇങ്ങനെ ആഗ്രഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതൊന്നും നടക്കുന്നതല്ല, അത് വെറും പറ്റിപ്പാണെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ പൈസ ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പൈസയൊന്നും ചോദിച്ചിട്ടില്ല. ഇങ്ങനെ അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെ പിന്നെ അതെനിക്ക് മനസ്സിലായി ഇത് വെറുതെ ഈ ഫോൺ വിളി മാത്രമേ ഉള്ളൂ, അല്ല ഇതൊന്നും നടക്കുന്നതല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞാനതങ്ങ് വിട്ടു. പിന്നീട് വേറെ എന്താണ്? ഒരാൾ മാത്രമല്ലല്ലോ, നിങ്ങൾക്ക് അവസരങ്ങൾ തരാമെന്ന് പറഞ്ഞു ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇല്ല, അങ്ങനെ ഒരു സിനിമയ്ക്ക് മാത്രമേ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ആഗ്രഹം തരിക എന്നുള്ളതല്ലാതെ നടക്കാതെ പോയിട്ടുള്ളൂ. പിന്നീടെല്ലാം ഞാൻ ഓഡിഷന് 2-3 സിനിമയ്ക്ക് പോയി. അത് ഓഡിഷൻ നടന്നു, തിരിച്ചു വന്നു, ഇയാൾ സെലക്ട് ആയെന്ന് വിളിച്ചു പറഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ പൂജയ്ക്ക് വരണമെന്ന് പറഞ്ഞു, പൂജയ്ക്കും ചെന്നു. പിന്നെ ആ സിനിമ ഇറങ്ങിയിട്ടില്ല, അതാണ് സത്യം, അല്ലാതെ വിളിക്കാത്തതല്ല. ഫാമിലി ഓൾറെഡി സെറ്റിലായി എന്ന് പറഞ്ഞു. പക്ഷെ വേറെന്തോ 2 കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ സ്വയം നോക്കേണ്ടി വന്ന് വളർത്തിക്കൊണ്ടുവരേണ്ടി വന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കുട്ടികളെ നോക്കാനായിട്ട് ഒരു അമ്മ എന്ന നിലയിൽ, അല്ലേ? ഞാൻ ഈ HDS സ്റ്റാഫ് ആണെന്ന് പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ, അതാണ് 16 വർഷമായത്. അതിന് മുന്നേ 5 വർഷം ഡെയിലി വേജസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ തന്നെ RCCയിൽ ആദ്യം ചെയ്തത്, റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ. അവിടെ ഒരു പ്രോജക്റ്റിലായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ മെഡിക്കൽ കോളേജിൽ ഒരു പ്രോജക്റ്റിലോട്ട് വന്നിട്ടാണ് 5 വർഷം നിന്നിട്ടാണ് പിന്നെ HDSലായത്. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കുട്ടികളെ വളർത്തി വരാനായിട്ട്. പിന്നെ എൻ്റെ 2 ബ്രദേഴ്സും, അമ്മ ഇപ്പം മരിച്ചുപോയി, അമ്മയൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്താണ് കുട്ടികളെ ഇങ്ങനെ. അല്ലാതെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസത്തിനായാലും കല്യാണത്തിനായാലും എല്ലാം എൻ്റെ ബ്രദർമാർ 2 പേരും നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രദേഴ്സിനൊക്കെ ഇപ്പോൾ ഹാപ്പിയാണ് നിങ്ങൾ മൂവി ചെയ്യുന്ന കാര്യത്തിൽ. ആദ്യം എനിക്ക് പറയാൻ ഒരു പേടിയായിരുന്നു ഇവർ സപ്പോർട്ട് ചെയ്യുമോ എന്ന്. പക്ഷേ എൻ്റെ മക്കളും മരുമക്കളും അമ്മയുടെ ഇഷ്ടം, അമ്മ ഒരുപാട് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തല്ലോ, ഇനിയെങ്കിലും അമ്മയുടെ ഇഷ്ടത്തിന് കുറച്ച് ജീവിക്കാൻ വേണ്ടി അവർ നല്ലവണ്ണം ചെയ്തു, അമ്മയുടെ ആഗ്രഹത്തിന് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഡാൻസൊക്കെ സജീവമായിട്ട് ഡാൻസിന് പോവുകയും അമ്പലങ്ങളിലൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ ഡേ ഉണ്ട്, അത് വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു അന്ന് അവിടെ ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പ്രാക്ടീസ് കാര്യങ്ങൾ അതൊക്കെ ഭയങ്കര മെൻ്റലി നല്ല ഇതായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അത് ഉള്ളിലുണ്ട്, പക്ഷെ അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ ആകെ നോക്കുന്നത് ഓണം വരുന്നതെന്ന് നോക്കും, സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ ചെയ്യാൻ. അങ്ങനെ ഓരോ സെലിബ്രേഷന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഡാൻസ് ചെയ്യാനായിട്ട്. അങ്ങനെ എവിടെ വേണമെങ്കിലും ഡാൻസ് കളിക്കാം, അല്ലേ? നമുക്ക് എന്ത് പ്രോഗ്രാമിനും ഡാൻസ് വേണം. അതെ, ഇപ്പം അങ്ങനെയാണ്. പിന്നെ അപ്പോഴാണ് ഈ സിനിമ വന്നപ്പോഴും മക്കളെടുത്തും മരുമക്കളെടുത്തും ഒക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവർ ഓക്കെ. പക്ഷേ 2 ബ്രദർമാരെടുത്ത് ഞാൻ പറഞ്ഞില്ല, പറയാതെയാണ് ഇവിടെ ഷൂട്ടിങ്ങിനൊക്കെ വന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞൊന്ന്
ഓക്കെ ആയപ്പോഴേ ഞാൻ ചെറുതായിട്ട് പറയാൻ തുടങ്ങി. ഇപ്പോഴും ഇങ്ങോട്ടാണ് ചോദിക്കുന്നത് എന്നാ റിലീസ് എന്ന്. ശരി. റഘുറാം എന്ന് പറഞ്ഞ മൂവിയിൽ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തേക്കുന്നത്. ആ ഒരു ക്യാരക്ടർ എന്തോ ഫൈറ്റ് സീനും അങ്ങനെ എന്തൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. നല്ലൊരു ഫൈറ്റൊക്കെ തന്നെ ആയിരുന്നോ? അടി മേടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നോ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ? ഒരു അതെ, ആദ്യം അങ്ങോട്ട് കൊടുക്കാനുള്ളതായിരുന്നു ആ ഫസ്റ്റ് ഷൂട്ട്. അപ്പോൾ ഫൈറ്റ് ഉണ്ടെന്ന് സാർ പറഞ്ഞപ്പോൾ എനിക്കതിൽ മൊത്തം സാരിയാണ് വേഷം. അപ്പോൾ ഞാൻ ഫൈറ്റിൽ എങ്ങനെയാണ് സാരി കൊടുത്തിട്ടെന്ന് വിചാരിച്ചു. റഘുറാമിൽ സാരിയോ? അതെ, ഞാനൊരു തമിഴ് ക്യാരക്ടറാണ്, തമിഴ് ക്യാരക്ടറാണ് റാണിയൊക്കെ. അപ്പോൾ എനിക്കതിൽ ഫുൾ സാരിയാണ്. മനസ്സിലായി. അപ്പോൾ ഒരു മഞ്ഞ സാരി, 2-3 കളർ കൊടുത്തു. മഞ്ഞ ഉണ്ടായിരുന്നു, മഞ്ഞ, ഒരു ബ്ലൂ, ഓറഞ്ച്, റെഡ്, 4 സാരി കൊടുത്തു. അപ്പോൾ ഫൈറ്റ് ഉണ്ടെന്ന് സാറ് പറഞ്ഞപ്പോൾ ഫൈറ്റോ എന്ന്, നമ്മൾ ലേഡീസിന് ഫൈറ്റോ എന്നപ്പോൾ അതൊക്കെയാണ് ഈ സിനിമയുടെ ഇത് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഫൈറ്റ് ചെയ്തു, നല്ല രീതിയിൽ ചെയ്തു എന്ന് കണ്ടുനിന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ആദ്യം എനിക്കൊരു മടി തോന്നി, എനിക്ക് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത്. പക്ഷെ എൻ്റെ മനസ്സിൽ എങ്ങനെയും എനിക്ക് ഇതിൽ നല്ല രീതിയിൽ ചെയ്യണം, സാർ എന്നെ മാറ്റി നിർത്തരുത്, ഫൈറ്റ് ശരിയായില്ല, അപ്പോൾ റാണിയൊക്കെ എനിക്ക് ഫൈറ്റിൽ വേണ്ട എന്ന് പറയരുത് എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്തു. പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വാങ്ങുന്നതും ഒരിടത്തുണ്ട്. പിന്നെ അതൊരു ചെറുതായിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ സെലസ്റ്റിയ ടീമാണ്. അതിൻ്റെ ബാനറിൽ ക്യാപ്റ്റൻ വിനോദ് സാറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. സാറും നമ്മുടെ സൈനു സാറും നല്ല ക്യാപ്റ്റനെ ഞാനിങ്ങനെ ഇതിൻ്റെ ഞങ്ങളുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കും. പുള്ളി ഭയങ്കര തിരക്കാണ്, എന്നാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഇന്ന് തന്നെ ചിലപ്പോൾ അത് ഞാൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. ക്യാപ്റ്റൻ വിനോദ് സാറ് നല്ല സാറാണ്. അത് നമ്മുടെ സൈനു സാറും നല്ല സാറാണ്. പിന്നെ അതിൻ്റെ എല്ലാ ടെക്നീഷ്യന്മാരും. എത്ര രൂപ കിട്ടി നിങ്ങൾക്ക്? റെമോണറേഷൻ അല്ല ചോദിക്കുന്നത്. ഈ സൈനു ചാവക്കാരനെ ഇങ്ങനെ പൊക്കി പറയാനും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡ്യൂസറിനെ പൊക്കി പറയാനൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല പൈസ ഇങ്ങോട്ട് വരാൻ നിർത്തി ഇന്റർവ്യൂവിന് ഇല്ല, അങ്ങനെ തന്നിട്ടൊന്നുമില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ സിനിമയിൽ വരാനായിട്ട് കുറേ ശ്രമിച്ചല്ലോ. അപ്പോഴെനിക്ക് ഓരോ ഫോൺ കോളുകളൊക്കെ വന്ന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അനുഭവത്തിൽ നിന്ന് വെച്ച് അതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് സാറിൻ്റെ കുറിച്ച്. ശരി, എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തട്ടെ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് വളരെ പരിമിതമായിട്ടുള്ള ആൻസറാണ് എനിക്ക് റാണിയക്കരയിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങളൊരു എക്സ്പീരിയൻസ് കുറവായിരിക്കാം. പിന്നെ ഹോസ്പിറ്റലാണെങ്കിലും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ നമുക്കവിടെ ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ഗവൺമെൻറ് ഇതിൽ അണ്ടറിൽ വരുന്നത് കൊണ്ടിട്ട് അപ്പോൾ നിങ്ങളുടെ ജോലിക്ക് എഫക്റ്റ് ചെയ്യരുത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഫ്ലോറിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിച്ചു. അതുപോലെ തന്നെ ജെസി സ്റ്റുഡിയോനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് 2 വാക്ക് പറയാനുള്ളത്? എന്നോടല്ല, ഓഡിയൻസിനോടാണ് പറയേണ്ടത്. ജാൻവി ക്രിയേഷൻസ് എന്നെ ഇതിൽ വിളിച്ചതിനും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് ഈ ജാൻവി ക്രിയേഷൻസിൽ എന്നെ വിളിച്ചത്. സാർ എന്നെ വിളിച്ചതിന് വളരെ നന്ദിയുണ്ട്. എൻ്റെ അടുത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ ഒരുപാട് ഒക്കെ ചോദിച്ചു. അതിന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് സാറ് വിളിച്ച് തന്നതിൽ. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ രഘുറാം എന്നുള്ള സിനിമ ജനുവരിയിൽ റിലീസാവുകയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി ഇത് കണ്ട് നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും. കാരണം ഒരു പുതുമുഖങ്ങൾ ഒരുപാടുള്ളൊരു മൂവിയാണ് രഘുറാം എന്ന് പറയുന്നത്. പക്ഷേ ആ പുതുമുഖങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു സിനിമയിലാണ് നിങ്ങൾ പുതുമുഖം എന്ന് പറഞ്ഞ് അഭിനയിക്കുന്നത്. പക്ഷെ രഘുറാം എന്ന് പറഞ്ഞ സിനിമ ആ ഒരു ഫീൽഡ് വിട്ട് പുറത്തേക്ക് നിങ്ങൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ കിട്ടിയേക്കുന്ന അടുത്ത സിനിമയിൽ നിങ്ങൾ ഒരിക്കലും പുതുമുഖമല്ല. അവിടെ പുതിയൊരാളായിട്ടല്ല നിങ്ങൾ പോകുന്നത്. നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റായി മാറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങൾ നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ.